ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻസ് ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് MPC മീറ്റിംഗ് ആണ്, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിൽ ഡിസൈഡ് ചെയ്യുന്നതാണ് അത്. രണ്ടാമതായി വരുന്നത് US ഫെഡ് റേറ്റ് ആണ്, അത് ഗ്ലോബലി അഫക്റ്റ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ക്വാർട്ടർലി റിസൾട്ട്, അതായത് കറന്റ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓരോ കമ്പനിയെ പറയുന്നതാണ്. നാലാമതായിട്ട് വരുന്നത് യൂണിയൻ ബഡ്ജറ്റ് ആണ്, അത് ഫിനാൻസ് മിനിസ്റ്റർ ആണ് അനൗൺസ് ചെയ്യുന്നത്. ഇയർലി രണ്ടെണ്ണമായിട്ടാണ് നടക്കുന്നത്, ഒന്ന് പ്രീ ബഡ്ജറ്റും ഒന്ന് പോസ്റ്റ് ബഡ്ജറ്റും ആയിട്ട്. അഞ്ചാമതായി വരുന്നത് ഗ്ലോബൽ ഈവൻറ്റ്സ് ആണ്, അതായത് ഡിപ്ലോമാറ്റിക് ടെൻഷൻ, അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ഡെവലപ്മെന്റ്, ഈ വാർ നടക്കുന്നത് അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോഴാണ്. ആറാമതായി വരുന്നതാണ് കോർപ്പറേറ്റ് ആക്ഷൻ, അതായത് മെർജർ ആൻഡ് അക്വിസിഷൻ. ഏഴാമത് വരുന്നത് FII DI ഡാറ്റ, അതായത് എത്ര കോടിക്കണക്കിന് രൂപ വിറ്റു, അതുപോലെ തന്നെ എത്ര കോടിക്കണക്കിന് രൂപയുടെ വാങ്ങിച്ചു എന്നുള്ളതാണ്. എട്ടാമതായി വരുന്നത് ബൈബാക്ക് ആൻഡ് ഡിവിഡൻഡ്, ഓരോ കമ്പനിയും അവരുടെ ഒരു വിഹിതം ഡിവിഡൻഡായി കൊടുക്കുന്നതും അതുപോലെ തന്നെ ബൈബാക്ക് ഓരോ കമ്പനി തിരിച്ച് റീറ്റെയിൽ ട്രേഡേഴ്സിൽ നിന്ന് മേടിക്കുന്നതിനാണ് ഈ ബൈബാക്ക് എന്ന് പറയുന്നത്.